നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ പ്രധാന ആഘോഷം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിഷു തന്നെയാണ്. മലയാളികൾ ഇത് പ്രധാനപ്പെട്ട ഒരു ഉത്സവമായി തന്നെയാണ് ആഘോഷിക്കുന്നത്. വിഷു എന്നാൽ എന്താണ് നമ്മുടെ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്നത്? കൈനീട്ടവും കണിയും ഒക്കെയല്ലേ. എന്നാൽ വിഷുവിന് കൈനീട്ടം കൊടുക്കുന്നതിലൂടെ കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഐശ്വര്യം വന്നു ചേരും. എന്നാൽ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാരിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് പറയുന്നു. അതായത് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഇന്ന ആളുകളിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങാൻ പാടില്ല എന്ന്. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും, ഏത് നാളുകാരിൽ നിന്നാണ് എന്നാൽ പിന്നെ വാങ്ങേണ്ടതെന്ന്. അപ്പോൾ ഇനി വാങ്ങാൻ പറ്റുന്ന, അതായത് നമ്മൾക്ക് ആരിൽ നിന്നാണോ വിഷു കൈനീട്ടം വാങ്ങുന്നത് അവരിൽ നിന്ന് നമ്മൾക്ക് ഭാഗ്യം ലഭിക്കണമെങ്കിൽ നമുക്ക് യോജിക്കുന്നതായ നക്ഷത്രക്കാരിൽ നിന്ന് വേണം വാങ്ങാൻ. ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഇവരിൽ നിന്ന് 1 രൂപയെങ്കിലും വാങ്ങിയാൽ ആ വർഷം മുഴുവൻ നിങ്ങളെ തേടി സമ്പത്തും സൗഭാഗ്യവും ഐശ്വര്യവും എത്തുന്നതായിരിക്കും. അതിനാൽ ഏത് നക്ഷത്രക്കാരിൽ നിന്നൊക്കെയാണ് കൈനീട്ടം വാങ്ങേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാരിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങിയാൽ വാങ്ങുന്നവർക്ക് സാമ്പത്തിക ഉയർച്ചയും ദൈവാധീനവും വന്നു ചേരുന്നതായിരിക്കും. അതായത് അശ്വതി നക്ഷത്രക്കാരിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങിക്കുന്നതിലൂടെ വളരെ ഗുണകരമായ സാമ്പത്തിക ഉയർച്ചയും ദൈവാധീനവും നമ്മൾക്ക് വന്നു ചേരുന്നതായിരിക്കും. കൂടാതെ ജീവിതത്തിൽ നാൾക്കുനാൾ ഉയർച്ചയും കാണാം. അതിനാൽ അശ്വതി നക്ഷത്രക്കാർ ഭവനത്തിൽ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കുന്നത് വളരെയേറെ ഉത്തമമാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാർ വിഷു കൈനീട്ടം കൊടുക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളാണ് വാങ്ങുന്ന ആൾക്ക് വന്നു ചേരുന്നത്. കൂടാതെ വാങ്ങുന്നവർക്ക് സമ്പൽ സമൃദ്ധിയും കൈവരുന്നതായിരിക്കും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ എല്ലാം ഇല്ലാതാകും. അതിനാൽ ഭരണി നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കുന്നത് വളരെ ഏറെ ശുഭകരമാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാരിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങുന്നതിലൂടെ വാങ്ങുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ എല്ലാം ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. ജീവിതത്തിൽ ഉയർച്ചയും നേടാനാകും. ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതും ആയിരിക്കും. സന്തോഷവും വർദ്ധിക്കും. അതിനാൽ കാർത്തിക നക്ഷത്രക്കാർ ഭവനത്തിൽ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കുന്നത് വളരെ ഏറെ ഉത്തമമാണ്. അടുത്തത് രോഹിണി. അറിയാമല്ലോ, രോഹിണി നക്ഷത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റേത്. രോഹിണി നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങിയ ജീവിതത്തിൽ ഉയർച്ച തീർച്ചയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും. സാമ്പത്തികമായ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. കർമ്മരംഗത്ത് ഉയർച്ച നേടാനാകും. ജീവിതത്തിൽ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കും. ഒരു ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി വേണ്ടുന്ന കാര്യങ്ങളാണിതൊക്കെ. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ഭവനത്തിൽ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നത് വളരെയേറെ ശുഭകരവും ശോഭനവുമായ ഒരു ഭാവി നമ്മൾക്ക് പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉയർച്ച നേടാനാകും. അതായത് ഈ ഒരു വിഷു വർഷത്തിൽ ഉയർച്ച നേടാനാകും പുണർദം നക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾ കൈനീട്ടം വാങ്ങിക്കുന്നതിലൂടെ. കൂടാതെ ജീവിതത്തിൽ അനിവാര്യമായ പല മാറ്റങ്ങളും, അതായത് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും വിചിന്തനം ചെയ്ത് പുനരായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് പുനരുദ്ധരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതാണ്. കൂടാതെ ധാരാളം ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും. പുണർദം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. സാമ്പത്തിക നേട്ടം, തൊഴിൽ രംഗത്ത് ഉയർച്ച എന്നിവ കൈവരും. ജീവിതത്തിൽ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ആഗ്രഹ സാഫല്യം ഉണ്ടാകും നിങ്ങൾക്ക്. അടുത്തത് ആയില്യം നക്ഷത്രക്കാർ. ആയില്യം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഒരു വ്യക്തിക്ക് നാൾക്കുനാൾ ഉയർച്ച കൈവരിക്കാൻ സാധിക്കും. ജീവിതത്തിൽ നിന്ന് ക്ലേശങ്ങൾ അകലുകയും
നല്ല ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. നല്ല മനസ്സോടെ കൈനീട്ടം നൽകിയാൽ മാത്രമേ നല്ല ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ കൊടുക്കുന്ന ആൾ, അതായത് കൊടുക്കുന്ന ആൾ, അത് വാങ്ങിക്കുന്ന ആൾക്ക് നല്ലത് വരണം എന്ന ചിന്തയോടുകൂടിയും, വാങ്ങിക്കുന്ന ആൾ എനിക്കും നല്ലത് വരണം, എനിക്ക് തന്ന, അതായത് 1 രൂപയാണെങ്കിലും എനിക്ക് തരാൻ കാണിച്ച മനസ്സ്, അല്ലെങ്കിൽ അയാൾ തന്നു അയാൾക്കും നല്ലത് വരുത്തണേ എന്ന ചിന്തയോടെ, എന്ന പ്രാർത്ഥനയോടെ വേണം വാങ്ങാനും കൊടുക്കാനും. അടുത്തത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരും ഇത്തരത്തിൽ നാൾക്കുനാൾ ഉയർച്ച നൽകുന്ന നക്ഷത്രക്കാരാണ്. വാങ്ങുന്ന വ്യക്തിക്ക് അത് മുഖേന നാൾക്കുനാൾ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. മകം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതിലൂടെ, ഇവരിൽ നിന്ന് കൈനീട്ടം വാങ്ങിയാൽ വാങ്ങുന്ന വ്യക്തിക്ക് നാൾക്കുനാൾ അനുകൂല ഫലങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ജീവിതത്തിൽ ഈശ്വരാധീനം കൈവരും. ഇവരിൽ നിന്ന് കൈനീട്ടം വാങ്ങിയാൽ ജീവിതത്തിലെ ദുരിതങ്ങൾ എല്ലാം തന്നെ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും മാറുന്നതായിരിക്കും. ആഗ്രഹിക്കാതെ തന്നെ പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും മുടക്കം മാറി അതിനെ മുന്നോട്ട് വളരെ ശക്തിയോട് മുന്നോട്ട് കൊണ്ടുപോകുവാനും, നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയ കാര്യങ്ങൾ തന്നെ നമ്മളിലേക്ക് വിജയഭാവത്തിൽ നമ്മളിലേക്ക് എത്തുകയും അത് മുഖേന നമ്മൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതും ആയിരിക്കും. അടുത്തത് ഉത്രം. ഉത്രം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതിലൂടെ സൗഭാഗ്യ ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരും. അതായത് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന നല്ല കാര്യത്തിന് വേണ്ടിയാണ്, നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് എത്താൻ വേണ്ടിയാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഉത്രം നാലുകാരിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കുന്നതിലൂടെ ഐശ്വര്യം വർദ്ധിക്കും. ശത്രുക്കളിൽ നിന്ന് വിജയം നേടാനാവും. ജോലി സ്ഥലത്തായാലും അല്ലാതെയുമുള്ള ശത്രുത മനോഭാവക്കാരുണ്ട്, അവരിൽ നിന്നൊക്കെ വിജയം നേടാനാകും. തൊഴിൽപരമായി ഉയർച്ച നേടാനാകും. ഉത്ര നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതിലൂടെ ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. എന്നാൽ വാങ്ങുന്ന വ്യക്തിയും കൊടുക്കുന്ന വ്യക്തിയും നല്ല മനസ്സോടെ തന്നെ ഇത് സ്വീകരിക്കണം. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നവർക്ക് ജീവിതത്തിലെ തടസ്സങ്ങൾ സകലതും ഒഴിവാകുന്നതായിരിക്കും. കൂടാതെ പുതിയ അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തും. ജീവിതത്തിൽ ഉയർച്ച ലഭിക്കും. സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും. അതിനാൽ ഗുണപരമായ ഫലങ്ങൾ മാത്രമേ വിശാഖ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നവർക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഒരു വ്യക്തിക്ക് നാൾക്കുനാൾ തന്നെ ഉയർച്ച വന്നുകൊണ്ടേയിരിക്കും. ഭാഗ്യം നിങ്ങളെ അനുകൂലമായി, അതായത് നിങ്ങളെ തേടിയെത്തും. ചില അപ്രതീക്ഷിത നേട്ടങ്ങളും നിങ്ങളിലേക്ക് എത്തും. തൊഴിൽപരമായ വളരെയേറെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ എല്ലാം നിങ്ങളിൽ നിന്ന് മാറിക്കിട്ടും. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നവർക്കും സർവ്വ ഐശ്വര്യം തന്നെയാണ് ഫലം. ജീവിതത്തിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. ആഗ്രഹ സാഫല്യം വന്നു ചേരും. ആഹാരത്തിന് മുട്ടുണ്ടാകില്ല, അന്നത്തിന് മുട്ടുണ്ടാകുകയില്ല. അതിലപ്പുറം എന്താണ് വേണ്ടുന്നത് എന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ജീവിതത്തിൽ ഉയർച്ച നേടാനും ഒരു വ്യക്തിക്ക് അനിഴ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതിലൂടെ സാധ്യമാകും. ഇനി അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉയർച്ച പഠനകാര്യത്തിൽ ഉണ്ടാകുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം ചെയ്യാനുള്ള എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. അടുത്തത് നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാരിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഒരു വ്യക്തിക്ക് നാൾക്കുനാൾ തന്നെ ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വയം ദർശിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങളും ഇവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതിലൂടെ വന്നു ചേരും. ജീവിതത്തിൽ മനസ്സമാധാനം വന്നു ചേരും. അപ്പോൾ കൈനീട്ടം വാങ്ങിക്കാൻ പറ്റുന്ന നക്ഷത്രക്കാരുടെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അത് വാങ്ങിക്കാൻ പറ്റാത്ത ആളുകളെ കുറിച്ചുള്ള വീഡിയോ മുൻപേ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിരിക്കൂ, സമാധാനമായിരിക്കൂ, ഐശ്വര്യമായിരിക്കൂ, മംഗളം ഭവിക്കട്ടെ. നമസ്കാരം.